മദനീയ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടിയ ഓ പ്രിയപ്പെട്ട പെങ്ങളെ, ഉമ്മ, സഹോദരി, രക്ഷിതാക്കളെ, ചെറുപ്പക്കാരാ, ജീവിതത്തിന്റെ നല്ല സമയങ്ങളെ, അടിച്ചുപൊളിയുടെ ദിനരാത്രങ്ങളല്ല, സമയങ്ങളല്ല, മറിച്ച് അല്ലാഹുവിലേക്ക് യാത്ര പോകേണ്ടവരാണ്. ഏത് സമയവും റബ്ബിന്റെ അടുക്കലേക്ക് യാത്ര പോകേണ്ടവരാണ്. ഓരോ ദിവസം കഴിയുന്തോറും മരണത്തിന്റെ എണ്ണസംഖ്യകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെയാണ് മരിക്കുന്നത്. അത്ഭുതകരമായ രൂപത്തിലാണ് ചില ആളുകൾ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത്. എന്നാൽ ചില ആളുകൾ അല്ലാഹുവിന്റെ തീരുമാനത്തിന് വഴങ്ങിയിട്ട് റോഡ് സൈഡിൽ നിൽക്കുന്ന സമയത്ത് വാഹനങ്ങൾ വന്ന് ഇടിച്ചു തെറിപ്പിച്ച് മരണപ്പെടുകയാണ്. ആർക്കാണ് എന്താണ് പറയാൻ കഴിയുക? നമ്മുടേതാണോ തീരുമാനങ്ങളെ? പൊന്നുമോളെ, 4 പെൺമക്കളല്ലേ, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന 4 പെൺമക്കള്. അവരൊന്നിച്ചാണ് യാത്ര ചെയ്തിരുന്നത്, അവരൊന്നിച്ചാണ് വന്നിരുന്നത്, അവരൊന്നിച്ചാണ് പോയിരുന്നത്, അവരൊന്നിച്ചാണ് കാര്യങ്ങളെ ചർച്ച ചെയ്തിരുന്നത്. അന്നും അവര് 4 പേരും ഒന്നിച്ചാണ് യാത്ര ചെയ്യുന്നത്. പക്ഷേ അല്ലാഹുവിന്റെ തീരുമാനം വന്നത് ഒരു വലിയ ലോറിയുടെ രൂപത്തിലാണ്. അല്ലാഹുവേ, നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ അല്ലാ. ആ പൊന്നുമക്കളുടെ ഖബറ് നീ സ്വർഗമാക്കണേ അല്ലാ. എന്നേക്കുമായി ജീവിതത്തിന്റെ എല്ലാ അവസ്ഥകളെയും മാറ്റിവെച്ചുകൊണ്ട് 4 പേരും ഇന്നൊരു ഖബറിൽ, തൊട്ടടുത്ത് ഖബറിൽ കിടക്കുകയല്ലേ. അല്ലാഹുവിന്റെ തീരുമാനം വന്നാൽ നമുക്കും അത് തന്നെയല്ലേ ഉണ്ടാവാനുള്ളത്. എപ്പോഴാണ്, എന്ത് ഗ്യാരണ്ടിയാണുള്ളത്, എന്ത് ഉറപ്പാണുള്ളത്? എന്ത് ഈ നാളെ ഈ സമയമാകുമ്പോ ഞാൻ ഉണ്ടാകുമെന്ന് ആർക്കാണ് ഉറപ്പ് പറയാൻ കഴിയുക? ആരുടെ പേരിലുള്ള മയ്യത്ത് നിസ്കാരം കഴിഞ്ഞിട്ടുണ്ടാകും, ആരുടെ ജനാസ കുളിപ്പിച്ചിട്ടുണ്ടാകും, ആരുടെ ശരീരം ഖബറിലേക്ക് അടുത്തെടുത്ത് വെച്ചിട്ടുണ്ടാകും, പറയാൻ കഴിയൂല. അതുകൊണ്ട് അല്ലാഹുവിന്റെ അടുക്കലേക്ക് പോകുമ്പോ ഈമാനോടെ മരിക്കണം. അതിനുള്ള ഏറ്റവും നല്ല വഴിയാണ് പരിശുദ്ധമായ ഹദ്ദാദ് റാത്തീബ്. അത് ജീവിതത്തിൽ പതിവാകണം.